മയക്കുപൊടി വെക്കാൻ കഴിയും. ഇപ്പൊ ആന എവിടെ ഉണ്ട് എന്തെങ്കിലും അറിയോ? ഇവിടെ ഉണ്ടോ? ഇല്ല, അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഒരാളെ കൊന്ന ആനയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പേടിയുണ്ടോ? പേടി എന്തായാലും പേടിക്കേണ്ട സാഹചര്യമാണല്ലോ. എന്താ വനപാലകർ എന്താ പറയുന്നത്? എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട്? നാട്ടുകാരോട് കൂടി നിൽക്കരുത് എന്തെങ്കിലും പറഞ്ഞോ? എല്ലാവരോടും മാറിയിക്കണം, അവിടെയുണ്ട് ഇവിടെയുണ്ട്, അപ്പുറത്തോട്ട് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ പേടിയൊന്നുമില്ല? എന്ത് പേടിക്കാനാ, ആന വന്നാൽ ഓടുക, അത്ര തന്നെ ഉള്ളൂ, വേറെ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടെ വലിയ പുഴേൻ്റെ ഈ ചെറിയ കൈത്തോടിൻ്റെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റാറിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരതിന് അനുകൂലമായ സാഹചര്യം വന്നാൽ മയക്കുവെടി വെക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് എല്ലാ ആളുകളും പറയുന്നത്. വനപാലകർ പറയുന്ന ഈ വിവരങ്ങൾ തന്നെയാണ്. എന്തായാലും ബാവലി മേഖലയിൽ ഉണ്ടായിരുന്ന ആന ഇപ്പോൾ മണ്ണുണ്ടി മേഖലയിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെയാണ് ഇപ്പോൾ ആനയുള്ളത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനപാലകർ വൈകാതെ തന്നെ ആനയെ കണ്ടെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇനി ആനയെ കണ്ടെത്തിയാലും മയക്കുവെടി വെക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. വൈകാതെ തന്നെ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോഴും കണ്ടെത്തിയാലും ആനയെ പിടികൂടി മയക്കുവെടി വെക്കാനൊക്കെ കഴിയുമോ എന്ന കാര്യത്തിലെല്ലാം സംശയം നിലനിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വനപാലകർ കൊലയാളി ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമൃത, ഇപ്പോഴും ആനയ്ക്കുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണെങ്കിൽ, അപ്പോൾ ഈ പ്രദേശം നോക്കുകയാണെങ്കിൽ ഈ മണ്ണുണ്ടി മേഖല എങ്ങനെയാണ് അനീസ? ഇത്തരത്തിൽ വന്യമൃഗങ്ങളൊക്കെ സാധാരണയായി ഇറങ്ങുന്ന സ്ഥലം തന്നെയാണോ? അമൃത, ഇപ്പോൾ ഈ മണ്ണുണ്ടി വനമേഖലയാണ് ഈ ആനയ്ക്ക് വേണ്ടി തെരച്ചിൽ നടക്കുന്നത്. ഇതൊരു വനം തന്നെയാണ്. ഈ വനത്തിനകത്താണ് ആന ഉള്ളത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടക്കുന്നത്. നമ്മൾ പക്ഷേ വനത്തിന് പുറത്ത് നിൽക്കുന്നു എന്നതാണ്. ഇവിടെ വനത്തോട് ചേർന്നൊരു പ്രദേശമാണ്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം ആനയെ വൈകാതെ തന്നെ പിടികൂടാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ആനയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഇപ്പോൾ ആനയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രദേശവാസി എന്താണ് ഇപ്പോൾ എത്ര നേരമായി ഇവിടെ തെരച്ചിൽ തുടങ്ങിയിട്ട്? ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു 7 മണിയായപ്പോൾ മുതൽ ഫോറസ്റ്റുകാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ അത് ബാവലി ഭാഗത്തേക്ക് നീങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയി. അവിടെ നിന്ന് വെടിവെക്കാൻ ഉള്ള മയക്ക് വെടിവെക്കാനുള്ള എല്ലാ ഒരു ഇത് കിട്ടിയപ്പോഴത്തേനും ആന വീണ്ടും മറഞ്ഞു. വലിയൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പം 2 തോടുകളുള്ള സ്ഥലമാണ്. 2-3 തോടുകൾ, ബേഗൂര് തോട്, ഈ തോട്. അപ്പോൾ ഈ വെള്ളം കുടിക്കേണ്ട ഇതിനു വേണ്ടി പാഞ്ഞു വന്നതായിരിക്കും. പക്ഷേ എന്തായാലും ഒരു കൊലയാളി ആനയായതുകൊണ്ട് വൈകുന്നേരം ഇന്ന് ഉറപ്പാണ് ഈ ഗ്രാമപ്രദേശത്തേക്ക് വരും. അതുമാത്രമല്ല, ഒരു മരണം സംഭവിച്ച ആ ഏരിയ വിട്ട് ആന പോകില്ല.